അപ്പോൾ എനിക്ക് ഇന്നലെ കുറച്ച് ചൂര മീൻ കിട്ടി. അത് 1 കിലോനാണ് നോക്കാം. അപ്പോൾ അതിൽ കുറച്ചെടുത്ത് വറുക്കാം, ഇന്നത്തെ കറി അതാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചെടുത്ത് ഒരു ഓട് ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. വറുത്തതാണ്. അതുപോലെ വേകട്ടെ. ഇതിപ്പോൾ നമുക്ക് പറ്റിച്ച് വയ്ക്കാം. കുടപ്പുളിയൊക്കെ ഇട്ടിട്ട് ചാറില്ലാതെ പറ്റിച്ച് വയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അതിന് ഞാനിവിടെ 2 സവോള, 4 പച്ചമുളക് കീറിയത്, ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, വേപ്പില, പിന്നെ മല്ലിയില, തക്കാളി, കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചോപ്പ് ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. പിന്നെ പൊടികളാണ്. ഞാനത് ചേർക്കുമ്പോൾ പറയാം. ഇപ്പം ഞാൻ വറുത്ത് വെച്ച മീനാണ്. ഇത്രേ വേണ്ടു നമുക്കിന്ന്. അപ്പം ഇനി ആ വെളിച്ചെണ്ണ നമുക്ക് കറിയാക്കാം. അപ്പോൾ കുറച്ച് കടുകിടാം, പൊട്ടി വെക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ട് എനിക്ക് ഞാൻ ജീരകം 2 മണിയിട്ട്. അപ്പോൾ അത് 2 പൊട്ടിയിട്ടുണ്ട്. നമുക്ക് സവോള ഇടാം. 2 സവോളയുണ്ട്. സവോള വാടി വെക്കാം. സവോള വാടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഉപ്പിടാം. പക്ഷെ ഞാനിതിൽ മീനിൽ ഇന്നലെ ഉപ്പും മുളകും കുരുമുളകും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൽ ഉപ്പുണ്ടോ ഓൾറെഡി. അതുകൊണ്ട് ഇതിനെ നോക്കിയിട്ടേ ചേർന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലേശം ഉപ്പിട്ട് കൊടുത്താൽ സവോള വേഗം വഴന്നു കിട്ടും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നന്നായി വഴന്നു വരട്ടെ. അപ്പോൾ സവോള ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇടാം. ഇഞ്ചി, പച്ചമുളക്, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നന്നായി അതും വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമുളക് പോയി വെക്കും. പച്ചമുളക് ചേർത്ത് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വെളുത്തുള്ളി ഒന്ന് വേണം. അതുകൊണ്ട് തന്നെ ഒരു വെളുത്തുള്ളി കൂടെ കിട്ടുന്നുണ്ട്.
അരച്ച് പേസ്റ്റാക്കിയിട്ട് വെക്കാൻ നല്ലതാണ്. അപ്പം അരിഞ്ഞിട്ടത് ഇന്നാളെ ഉണ്ടാക്കിയപ്പോൾ അരച്ചാൽ ചേർത്ത പേസ്റ്റ്. ഇഞ്ചി കൊടുക്കുമ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യത, അതുകൊണ്ട് എപ്പോഴും ഇളക്കി കൊടുക്കണം. ഇഞ്ചി ഇട്ട് കഴിയുമ്പോൾ അത് ചട്ടിയിൽ ഒട്ടി പിടിക്കും. ഫ്രൈ പാനൊന്നുമല്ല, സാധാ ചട്ടിയല്ലേ, അപ്പോൾ അത് എപ്പോഴും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിലേക്ക് കുറച്ച് വേർപ്പതിട്ടുണ്ട്. അതൊരു ഇതായിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി ഉണ്ട്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇളക്കി കൊടുത്തിരുന്നാലും മതി. വേഗാവണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ച് കഴിക്കാം. 2 മിനിറ്റ് വെച്ചാൽ മൂടിയിട്ട് കഴിച്ച് വേഗം കണ്ട. ഞാനൊരു 2 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഉടച്ച് ചേർത്ത് കൊടുക്കാം. കഷ്ണമായിട്ട് കിടക്കണമെന്നുള്ളത് ഇത് പുളിയും ഒക്കെ ഇറങ്ങട്ടെ. ഇങ്ങനെ അടച്ച് വെച്ച് മേടിച്ച് കഴിഞ്ഞാൽ എന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉടയ്ക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് പൊടികൾ ചേർക്കാതിരിക്കും. പൊടികൾ ഇതിൽ 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു അരയേക്കാളും കുറച്ച് കൂടുതൽ മുളക് പൊടി. കാരണം എന്താ വെച്ചാൽ അതിൽ മുളക് പൊടിയും കുരുമുളകും മഞ്ഞളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കറിയിലേക്ക് ആവശ്യമായത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു അരയേക്കാളും സ്വല്പം കൂടുതലുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികളെന്ന് പറയുന്നത് ഒരു 1/2 സ്പൂൺ അരയേക്കാളും സ്വല്പം കൂടുതൽ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഒക്കെ കൂട്ടിയിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ എനിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുടത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുടപ്പുള്ളിയുടെ പുളി ഇറങ്ങണ വരെ ഒന്ന് അത് വേവട്ടെ. അപ്പോൾ പുളി ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മീനിടാം. അത് കുടപ്പുളി തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വറ്റിയെടുക്കണം, വറ്റണം. നമുക്ക് മൂടിയിട്ട് വേവിക്കാം.
അതിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഒരുവിധം നന്നായി പറ്റിയില്ല. അപ്പോൾ ഞാൻ അതിൽ ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ കുറച്ച് മുന്നേ ഇതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ മീനൊരുവിധം വെന്തതിന് ശേഷം അപ്പോൾ അതിലത്തെ ഉപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കണം. ഇനി അത് ഒരുവിധമായിട്ടുണ്ട്. എനിക്ക് ഞാൻ സ്വല്പം ചൊറുക്കൊഴിക്കുകയാണ്. 1 സ്പൂണ് ചൊറുക്കൊഴിച്ചു. ഇതിഞ്ഞിപ്പോൾ ഇരുന്ന് കുറുതാകും. പിന്നെ കറിവേപ്പില എൻ്റെ മീതിട്ട് കൊടുക്കാണ് എൻ്റെ മണം വരാൻ. പിന്നെ മല്ലിയില. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ചാറൊന്നും ഉണ്ടാവില്ല, അത് ഇരുന്ന് പറ്റും. ചാറ് കുറച്ചുള്ളൂ. അത് ഇനി നമുക്ക് ചാറ് കറിയാണത്, പക്ഷെ ചാറിന് ആവശ്യമില്ല, അങ്ങനത്തെ ഒരു കറിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് പറ്റി പോകും. അപ്പോൾ ഇതാണ് എൻ്റെ കറി. നിങ്ങൾക്ക് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഉണ്ടാക്കണ കറി ഒന്ന് എല്ലാ ദിവസവും ഇടണമെന്നുള്ളൂ. അപ്പോൾ അത് ആർക്കെങ്കിലും തുടക്കക്കാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അതാവട്ടെ എന്നുണ്ട് എനിക്ക്. അപ്പോൾ താങ്ക് യു. നാളെ കാണാം. ബൈ.